ആവാരാപ്പൻ 2 തിയേറ്ററിൽ പോയി കണ്ടു. ആവാരാപ്പൻ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് സെക്കൻഡ് പാർട്ട് മനസ്സിലാകായ്മ ഉണ്ടാകത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും 2007 ഇറങ്ങിയ ആവാരാപ്പൻ്റെ കഥ എന്താണ് എന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് ആവാരാപ്പൻ 2വിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഇനിയിപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ പെട്ടെന്നൊന്ന് പറഞ്ഞതെന്നാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല, ബോറടിച്ചു, വലിഞ്ഞ് എഴഞ്ഞ് തകർന്നൊക്കെ പോയി. ഇമ്രാൻ ഹാഷ്മിയൊക്കെ നേരിട്ട് പരിചയമുണ്ടായിരുന്നെങ്കിൽ തോളത്ത് തട്ടിയിട്ട് അളിയ വേണ്ടായിരുന്നടാ എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു സിനിമ അനുഭവമായിരുന്നു. ഇനി ആവാരാപ്പൻ്റെ കഥയിലേക്ക് വരാം. ഇമ്രാൻ ഹാഷ്മി അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം, ഇയാളുടെ പേര് ശിവം എന്നാണ്. ബാങ്കോക്കിലൊരു വലിയ ഡോണുണ്ട്. ഈ ഡോണിൻ്റെ വലങ്കയാണ് ഈ ഇമ്രാൻ ഹാഷ്മിയുടെ കഥാപാത്രം. അപ്പോൾ ഇദ്ദേഹത്തിന് കുറേ ഹോട്ടൽ, അതായത് ഈ വലിയ ഡോണിന് കുറേ ഹോട്ടലുകളുണ്ട്. അതിലൊരു ഹോട്ടൽ ഈ പുള്ളി നോക്കി നടത്തുന്നു ഇയാളുടെ നേതൃത്വത്തിൽ. ഇയാൾ വൻ ഇടിയും പരിപാടിയും ഒക്കെയാണ്, അതിൻ്റെ കുറേ മാസത്തിനൊക്കെ ആദ്യം കാണിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ മെയിൻ ബോസ് ശിവമിനെ വിളിച്ച് പറയുകയാണ്, എടാ മറ്റാരെയും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റാത്തൊരു ടാസ്ക് എനിക്ക് നിന്നെ ഏൽപ്പിക്കാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മാലിക് എന്ന് പറയുന്ന ബോസില്ലേ, ഈ പുള്ളി പാകിസ്ഥാനിൽ നിന്നും വിൽക്കാനായി കൊണ്ടുവന്ന പെൺകുട്ടികളിൽ ഒരാളെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങേർക്കൊരു ഡൗട്ട്, പുള്ളിക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്, ഇങ്ങനെ പുറത്ത് എവിടെയോ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാനറിയാതെ അവൾ മറ്റാരുമായോ ബന്ധം സൂക്ഷിക്കുന്നുണ്ട്, അവൾ ചെറുപ്പമാണല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു സംശയമാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കരുത്തുറ്റ യോദ്ധാവിനോട്, തൻ്റെ വലങ്കയോട് പറയുന്നത്, ഞാൻ പുറത്ത് പോയിട്ട്, അതായത് വിദേശത്തിൻ്റെ പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവൾ വേറെ ആരെങ്കിലുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നീ ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ ശിവമാണെങ്കിൽ പാവം ബോസ്, അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പെൺകുട്ടിയെ വാച്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി താമസിക്കുന്ന വീട്ടിലേക്ക് ഇയാൾ ചെന്ന് കയറുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി ഇരുന്ന് നിസ്കരിക്കുകയാണ്. അവളൊരു മുസ്ലിമാണ്, പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള പെൺകുട്ടിയാണല്ലോ. അപ്പോൾ അവൾ വളരെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ പിന്തുടരുന്ന ഒരാളാണ്. ആ പ്രാർത്ഥനയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഇവൻ ഇങ്ങനെ സ്റ്റക്കായിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഈ ബാങ്കോക്കിൽ വന്ന് ഡോണിൻ്റെ വലങ്കയാവുന്നതിന് മുമ്പ് ഇന്ത്യയിൽ തട്ടിക്കൊണ്ടുപോക്ക് ഗുണ്ടായിസം പരിപാടികളൊക്കെ കാണിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് അവനൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. അവളുടെ പേര് ആലിയ. അവളും ഒരു മുസ്ലിമാണ്. അവളാണെങ്കിൽ കടുത്ത ഭക്തയാണ്. ഇവനാണെങ്കിൽ ഹിന്ദു ആണെങ്കിലും അവന് ഈ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അങ്ങനത്തെ പരിപാടികളോടൊന്നും താല്പര്യമില്ല. ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു എത്തിസ്റ്റാണ് അവൻ. അപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടിയെ കാണുന്നു, അവൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഓരോ ആത്മാക്കളെ സ്വതന്ത്രമാക്കുമ്പോൾ നമ്മളും സ്വതന്ത്രമാവുമെന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗ് പറയുന്നുണ്ട്. ഈ ഡയലോഗിൻ്റെ തീം തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും മെയിനായിട്ട് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ പെൺകുട്ടി ഇവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ തമ്മിൽ പ്രേമം ഇങ്ങനെ മുട്ടിട്ട് വരുന്ന സമയത്താണ് ഈ പെണ്ണിൻ്റെ അപ്പൻ അറിയുന്നത് ഇവനും ഇവളും തമ്മിൽ പ്രേമത്തിലാണെന്ന്. അങ്ങേര് നേരെ ഓടി വരുന്നു. കൂടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി വട്ടം കയറി നിന്നിട്ട് പറയും, എനിക്ക് ഇവനെ ഇഷ്ടമാണെന്ന്. ശ്രേയസരനാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ അപ്പം പറയും, നിനക്ക് ഇവനെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ, ഇവൻ ഗുണ്ടയാണടി, ഇവൻ ജയിലിലൊക്കെ പോയിട്ടുണ്ടടി, നിനക്കിതൊക്കെ അറിയാവോ എന്ന് പറയുമ്പോഴേക്കും ഇവൻ അരയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന തോക്കെടുത്തിട്ട് പെണ്ണിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, അതെ ഞാൻ ഇന്നത്തെ കൊണ്ട് ഈ പരിപാടി മുഴുവൻ നിർത്തുകയാണ്, ഇത് നിങ്ങൾ വെച്ചോന്ന്. അപ്പോൾ ഉടനെ തോക്ക് കൈ കിട്ടിയല്ലോ, നീ ഗുണ്ടായിസം അവസാനിപ്പിക്കേണ്ട, നിന്നെ ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കൈ കിട്ടിയ തോക്കും വെച്ച് ഈ പെണ്ണിൻ്റെ അച്ഛൻ നമ്മുടെ ഇമ്രാൻ ഹാഷ്മിയെ വെടിവെക്കും. നായകനാണല്ലോ, പുള്ളിക്കാണെങ്കിൽ വെടിയുണ്ടകൾ വരുന്നത് കണ്ടിട്ട് ഒഴിഞ്ഞു മാറി ശീലമുണ്ട്. പുള്ളി അപ്പം തന്നെ കുനിഞ്ഞു കളയും. പക്ഷേ ഇങ്ങേരുടെ പുറകിൽ നിൽക്കുകയായിരുന്ന നായികയ്ക്കാണ് വെടികൊള്ളുന്നത്. അപ്പോൾ സ്വന്തം മകൾക്ക് വെടികൊണ്ടല്ലോ, അവൾ മരിക്കാൻ പോവുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ സങ്കടം കൊണ്ട് കയ്യിലിരുന്ന തോക്ക് വെച്ച് ആ തന്തപ്പടിയും അപ്പം തന്നെ വെടിവെച്ച് മരിക്കും. അങ്ങനെ അച്ഛനും മോളും സ്പോട്ട് ഡെഡ്. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടാണ് ഇവൻ ബാങ്കോക്കിൽ പോയിട്ട് ഈ വലിയ ഡോണിൻ്റെ വലങ്കയാവുന്നത്. അവിടെ ചെല്ലുമ്പോണ്ടാ വേറൊരു പെൺകുട്ടി ഇരുന്ന് നിസ്കരിക്കുന്നു. അയ്യോ എൻ്റെ ആലിയ എന്ന് പറയുന്ന പോലത്തെ ഓർമ്മകളൊക്കെ ഇവന് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ തിരിച്ചറിയുന്നത്, ബോസ് നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയ ഈ പെൺകുട്ടിയില്ലേ, ഇവക്ക് പാകിസ്ഥാൻകാരനായിട്ടുള്ള മറ്റൊരു യുവാവുമായി പ്രണയമുണ്ട്. അവർ നാട് വിടാനുള്ള പരിപാടിയാണ് പാകിസ്ഥാനിലേക്ക്. ഇത് അറിഞ്ഞ ഉടനെ ഇവൻ ബോസിനെ വിളിച്ച് പറയും, ബോസ് ഞാനിവിടെ അവളുടെ രഹസ്യബന്ധം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ബോസ് പറയും അവളെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാൻ. പക്ഷേ അവളെ എങ്ങനെ തട്ടിക്കളയും? ഇവളെ കാണുമ്പോൾ ആലിയനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയല്ലേ, തട്ടാൻ പറ്റില്ല. ഒരു 6 വെടി പുള്ളി വെക്കുന്നുണ്ട്. പക്ഷേ 6 വെടിയും ഈ പെൺകുട്ടിയുടെ ദേഹത്ത് കൊള്ളുന്നില്ല. എന്നിട്ട് ഇവൻ നേരെ ഇന്ത്യയിലേക്ക് കടക്കാൻ നോക്കുകയാണ്. കാരണം ബോസ് അവളെ കൊല്ലാൻ ഏൽപ്പിച്ചു. ഇവൻ കൊല്ലാതെ തിരിച്ചു വന്നു. ബോസ് വിളിച്ചപ്പോൾ ഫോണും എടുത്തില്ല. അപ്പോൾ ബോസ് ഇവനെ കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടുകാരനെയൊക്കെ വിളിച്ച് പാസ്പോർട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ കൂട്ടുകാരൻ ചങ്കിന് ചങ്കായിട്ട് ഇന്ത്യ മുതൽ കൂടെയുള്ള കൂട്ടുകാരനാണ്, അവൻ ബോസിന് ഇവനെ ഒറ്റിക്കൊടുക്കും. അങ്ങനെ ബോസ് ഇവനെ പോയി ഇടിച്ച് പിഴിഞ്ഞ്, നീ അവളെ കൊന്നു കഴിഞ്ഞാലേ നിന്നെ വെറുതെ വിടുള്ളൂ എന്ന് പറയും. അപ്പോൾ അവൻ പറയും ഞാൻ അവളെ കൊല്ലില്ല. അപ്പം തന്നെ ബോസും കൂട്ടുകാരൊക്കെ കൂടി ഒരു വലിയ കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് ഇവനെ ഇട്ട് മണ്ണിട്ട് മൂടും. പക്ഷേ മഴയുള്ള സമയമായതുകൊണ്ട് ഈ കുഴിച്ചിട്ടിരിക്കുന്ന കുഴിക്കകത്തുനിന്ന് മണ്ണ് മാന്തി ഇവൻ പുറത്തേക്ക് വന്നിട്ട് എല്ലാവരെയും ഇടിച്ച് തോപ്പിക്കും. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന അവൻ ഇതിനു മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് ജസ്റ്റ്
ജസ്റ്റ് മിസ്സിന് ഒരാളെ കൊല്ലാതെ വിട്ടിട്ടുണ്ടായിരുന്നു, കൊല്ലാൻ കൊണ്ടുപോയിട്ട് കൊല്ലാതെ വിട്ടിട്ടുണ്ടായിരുന്നു. അയാൾ ആ ബാങ്കോക്കിൽ വന്നിട്ട് സന്യാസിയായിട്ട് ജീവിക്കുകയാണ്. നേരെ ഇവൻ ആ സന്യാസിമാരുടെ മഠത്തിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഇവനെ എല്ലാവരും ശുശ്രൂഷിക്കുന്നു. ബുദ്ധൻ്റെ പ്രതിമയും കുറേ ആരാധനയൊക്കെ കാണുമ്പോൾ ഇവനും തോന്നുന്നു ദൈവം ഉണ്ടായിരിക്കുമല്ലേ. പിന്നെ ആലിയയുടെ ഓർമ്മകളും ഈ പെൺകുട്ടിയുടെ ഓർമ്മയൊക്കെ വരികയാണല്ലോ. എന്തായാലും അവനൊരു തീരുമാനം എടുത്തു. മരിക്കണതിന് മുമ്പ്, എന്തായാലും കൊല്ലാനായാലും ചാകാനായാലും മരിക്കണതിന് മുമ്പ് ആ 2 ഇണപ്രാവുകളെ ഒന്നിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് വിട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് അവൻ അവിടുന്ന് പുറത്തിറങ്ങുന്നു. ബോസിൻ്റെ കൂട്ടുകാർ, പഴയ ശത്രുക്കൾ മിക്സായി വന്നത് എല്ലാത്തിനെയും കൊല്ലും. ഇതിനിടയിൽ ഇവൻ്റെ കൂട്ടുകാരനും തെറ്റ് മനസ്സിലാക്കി ഇവൻ്റെ ഒപ്പം ചേരുന്നുണ്ട്. ആ ചങ്ങായും വെടികൊണ്ട് ചാവും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഈ 2 ഇണപ്രാവുകളെ പാകിസ്ഥാനിലേക്കുള്ള കപ്പലിൽ കയറ്റി വിട്ടിട്ട് അവസാനം മിച്ചം വരുന്ന ഗുണ്ടകളിലേക്ക് അങ്ങോട്ട് വെടിവെച്ച് ഇങ്ങോട്ട് വെടികൊണ്ടിട്ട് ഇവൻ മരിക്കുകയാണ്. പക്ഷേ ശിവം വെടികൊണ്ട് വീഴുമ്പോഴേക്കും നേരെ വീഴുന്നത് ആലിയയുടെ മടിയിലേക്കാണ്. കാരണം സ്വർഗത്തിലേക്കാണല്ലോ പോകുന്നത്, അവളുടെ മടിയിലേക്കാണല്ലോ. അങ്ങനെ ഈ പുള്ളി മരിക്കുന്നതായിട്ടാണ് ആവാരാപ്പൻ അവസാനിച്ചിട്ടുള്ളത്. കഥ ഒരുമാതിരി കഥയൊക്കെ ആണെങ്കിലും പാട്ടുകൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്ലൈമാക്സ്, അതിലെ കുറച്ച് ആ മ്യൂസിക് എലമെൻറ്റ്സ് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഫീലൊക്കെ ആയിട്ട് കുഴപ്പമില്ലായിരുന്നു. ചത്തല്ലോ. അപ്പോഴാണ് ആവാരപ്പൻ 2 വരുന്നത്. 2-ൽ എന്താണെന്ന് വെച്ചാൽ ഇയാൾ മരിച്ചിട്ടില്ല. അന്ന് 6 ബുള്ളറ്റ് ഇവൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇവൻ മരിക്കാതെ ജീവൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ ഇന്ത്യയിൽ വന്നിട്ട് അവിടെ ഒരു ഫാക്ടറിയൊക്കെ നടത്തി ഒരു അനാഥാലയത്തിലെ കുട്ടികൾക്ക് ചിലവിനൊക്കെ കൊടുത്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ എൻ്റെ ആത്മാവ് കേഴുകയാണ്, അന്ന് ഞാൻ രക്ഷപ്പെട്ടില്ല, എന്തിനാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആലിയയുടെ ഖബറിൻ്റെ അവിടെ പോയി എല്ലാ ദിവസവും പൂവ് വെച്ചിട്ട് ഇവൻ കരയും. പിന്നെ മനസ്സിന് സങ്കടം വരുമ്പോൾ മദ്യപാനമാണല്ലോ ബോളിവുഡിൻ്റെ മെയിൻ പരിപാടി, അതും ഈ പുള്ളി ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവനൊരു പെൺകുഞ്ഞിനെ കളഞ്ഞു കിട്ടുകയാണ്. ആ കുഞ്ഞിനെ ആശ്രമത്തിൽ ഏൽപ്പിക്കുകയാണ്. ആ കുഞ്ഞ് ഇവനുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ കുട്ടിക്ക് ഇവൻ പേരിടുന്നത് ആലിയ എന്നാണ്. അങ്ങനെ ഇന്ത്യയിൽ വെള്ളവടിയും പരിപാടിയായിട്ട് സെൻറ്റി അടിച്ച് പോയാൽ പോരല്ലോ, നായകന് മാസ് കാണിക്കണ്ടേ. അങ്ങനെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ തിരിച്ച് ബാങ്കോക്കിലേക്ക് വരുന്നതും ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ള മാസെന്ന് തോന്നിപ്പിക്കുന്ന സീക്വൻസുകൾ സംഭവിക്കുന്നത്. ഈ സിനിമയുടെ ഇവർക്കൊരു കോർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുക ടേക്കൺ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴായിരിക്കും എന്നെനിക്ക് തോന്നി. കാരണം മകൾക്ക് വേണ്ടിയിട്ട് വലിയ ഡ്രഗ് കാർട്ടൽസിനോടൊക്കെ മത്സരിക്കുന്ന അച്ഛൻ ഒറ്റയ്ക്ക് നിന്നുള്ള പോരാട്ടം പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ ടേക്കൺ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ബാങ്കോക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുക. ഇതിനിടയ്ക്ക് നമ്മുടെ നായിക വരുന്നുണ്ട്, ദിഷ പട്ടാണിക്ക് ഇതിനകത്ത് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ല. മൊത്തത്തിലൊരു സാഡ് വൈബ് പിടിച്ച് പോകുക എന്നുള്ളതാണ്. നായകന് പാട്ട് ഇമോഷനൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ പാട്ട് ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. ആ സമയം മുഴുവൻ ക്യാമറ ഒരു 60 FPS ഇട്ടിട്ട് അങ്ങോട്ട് നടക്കൂ ഇങ്ങോട്ട് നടക്കൂ എന്ന് പറയുന്നു. ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലോ മോഷനിലാക്കിയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ മോളെ രക്ഷിക്കാൻ പോകുന്ന ഇവന് മോളെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ സിനിമ കഴിയുമ്പോഴേക്കും മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയല്ലോ എന്ന് നമുക്ക് തോന്നും. ട്വിസ്റ്റും ടേൺസും എല്ലാം ഹൈലി പ്രഡിക്റ്റബിൾ ആണെന്നല്ല, ഈസിലി പ്രഡിക്റ്റബിൾ ആണ് എന്ന് വേണം പറയാൻ. പിന്നെ ഇതിൻ്റെ അത് ഷബാന ആസ്മി ഒക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, കൊടയും ചൂടിയും മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ പരിപാടി. പിന്നെ ശ്രീയ സരനെ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. പുരാൺ ഗബ്ബി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ഇതിൽ സൊറാവർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ ആ ക്യാരക്ടറിന് കുറച്ച് ഹിറ്റായിട്ടുള്ള വിദേശത്തു നിന്നുള്ള സിനിമകളുടെ ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പോലും അയാളത് മോശമാക്കിയിട്ടില്ല. ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം എന്നൊക്കെ പറയാവുന്ന ഒരു സാധനം കാണുന്നു, അല്ലെങ്കിൽ കുറച്ച് ഒറിജിനൽ ആയിട്ടുള്ള ഒരു സാധനം കാണുന്നു എന്ന് എനിക്ക് തോന്നിയത് പുള്ളിയുടെ പെർഫോമൻസിൽ മാത്രമാണ്. ബാക്കി ഇമ്രാൻ ഹഷ്മി ആണെങ്കിലും ദിഷ പട്ടാണി ആണെങ്കിലും പറഞ്ഞ ഏത് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു ടിപ്പിക്കൽ ബോളിവുഡ് സിനിമയിൽ നമ്മൾ കാണുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഈ പുള്ളി ബാങ്കോക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ബിലാൽ ഈസ് ബാക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. LP സ്കൂൾ ഗുണ്ടകൾ, അതായത് പഴയ സിനിമയിൽ ആവാരാപ്പനിൽ നമ്മൾ കാണുന്ന ഡോണൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡോൺ പരിപാടിയൊക്കെ ഉണ്ട്, ഇതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് എന്തുവാടേ ഇത്, 5ാം ക്ലാസ് A ഡിവിഷനും B ഡിവിഷനും തമ്മിൽ തല്ലുണ്ടാവുന്നു എന്ന് പറയുന്ന പോലത്തെ 2 ടീമുകൾ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദുശ്മനിയാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല, അവരെ കൊണ്ടൊന്നും പറ്റൂല. പിന്നെ അതിലുള്ള ക്യാരക്ടേഴ്സും മറ്റേ പ്രീസെറ്റായിട്ട് ഒരു ഡോൺ അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടൽ ടീമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവും, ഇങ്ങനെ ഒരാളുണ്ടാവും. അതുപോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഈ ദിഷ പട്ടാണിയുടെ ക്യാരക്ടർ ഒരു വൃത്തികേട് കാണിക്കും. ആക്ച്വലി ഇമ്രാൻ ഹഷ്മിയുടെ ക്യാരക്ടറിന് ഏറ്റവും ആവശ്യമുള്ള വൃത്തികേടാണ് അവരാ കാണിക്കുന്നത്. എന്നിട്ട് ഈ ചങ്ങായി ഒരു കാര്യമില്ല, അത് ഇമോഷണലായിട്ട് അവളുടെ അടുത്ത് ചെന്ന് എന്നാലും നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, ചിരിച്ച് നമുക്ക് ചാകാനുള്ള അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷനാണ് പറയുന്നത്. അങ്ങനെ ലോജിക്ക് വെച്ച് നമ്മളിതിൽ ഏതെങ്കിലും ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. 2007 ആവാരാപ്പൻ്റെ കഥ ഞാൻ പറയുമ്പോൾ അത് 2007 ഇറങ്ങിയൊരു സിനിമയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സാരമില്ല പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഈ 2026 ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആവാരാപ്പൻ 2 കാണുമ്പോൾ എന്തോന്നടേ ഇത് എന്നാണ് പറയാൻ തോന്നുന്നത്. ഒരു സീൻ പോലും ഒരു ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഒരു ഒറിജിനൽ സ്വഭാവത്തിൽ അങ്ങനെ കൺസ്യൂം ചെയ്യാനുള്ളതില്ല.
തീരണില്ലല്ല ഇത് എന്നൊക്കെ പറയുന്ന ഈ ജയിലിൽ ഇടികൊണ്ട് മരിച്ച് ചാകാൻ പോണവൻ്റെ അടുത്ത് വീണ്ടും ചെന്നൊരു ആത്മാവ് കഥ പറയുന്നത് ഇതൊന്നും വേണ്ട. അല്ലാതെ തന്നെ അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാം. പിന്നെയും കുറേ സീക്വൻസുകളൊക്കെ ഇട്ടിട്ട് പാട്ടുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ട്രാക്കിൻ്റെ പോർഷൻസ് കേൾക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാകുന്നത്. ബാക്കി ഇതിനകത്ത് പുതുതായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. പിന്നെ 2 വട്ടം കണ്ടിട്ടുള്ള ഒരാളോട് പ്രേമം തോന്നുന്നത് ഇമ്രാൻ ഹാഷ്മി ആയതുകൊണ്ട് സുന്ദരനല്ലേ എന്ന് വിചാരിച്ച് നായികയ്ക്ക് സ്നേഹം കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് ലോജിക്കലി നമുക്ക് ആ സൈഡ് ഓഫ് ചെയ്ത് വെക്കാം. ഫൈറ്റ് സീക്വൻസുകൾ ശരിക്കും ഇതിൽ വർക്ക് ആവേണ്ടിയിരുന്നൊരു ഫാക്ടർ അതായിരുന്നു. പക്ഷെ അവിടെ ഒന്നും തോന്നിയില്ല. ഇവനെന്താണെന്ന് വെച്ചാൽ വിഷമം വരുമ്പോൾ എവിടെയെങ്കിലും തല്ല് കൊള്ളുന്നിടത്ത് പോയി നിന്ന് തല്ല് കൊള്ളുക എന്നുള്ളതാണ് ഇവൻ ചെയ്യുന്നത്. സാഡ് മ്യൂസിക് ഇട്ടിട്ട് ഇവൻ നിന്ന് ഇടികൊള്ളും, ഇടികൊണ്ട് ചതയും. അതൊക്കെയാണ് ഇവൻ്റെ വിഷമം തീർക്കൽ. ഇത് വിഷമമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് അതായത് ഇവന് മൂടോടെ മുടിപ്പിക്കാൻ പറ്റുന്ന ഒരു കേസ് വന്നപ്പോൾ ഇവ ഒന്നും ചെയ്യുന്നില്ല. ഇവനെ കൊണ്ട് വയ്യ. പഴയ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുണ്ട്. പുള്ളി ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഇടി മുഴുവൻ കൊണ്ട് ചതഞ്ഞ് ചമ്മന്തിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ചുറ്റും ലോറികളും ഒക്കെ ഉണ്ട്. വിജയരാഘവൻ്റെ ക്യാരക്ടറുണ്ട്, ആനിയുണ്ട്. അപ്പോൾ ഇയാൾ ചത്തു എന്ന് എല്ലാവരും വിചാരിക്കുന്ന സമയത്ത് ഓം എന്ന് പറയുന്ന സൗണ്ട്, ഓങ്കാരം ഇങ്ങനെ കേൾക്കും. ഇയാളുടെ പേര് ആരൊക്കെ വിളിക്കും. അപ്പോൾ വിജയരാഘവൻ വന്നിട്ട് എടാ നീ ചാവില്ലടാ, നീ എണീറ്റ് വാടാ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ ഒരു ശ്വാസം പുറത്തേക്ക് വന്നിട്ട് മണ്ണിങ്ങനെ ഇളകിയിട്ട് എണീറ്റ് വരും. ആ സീൻ ഉണ്ടാക്കുന്ന ഓളത്തിൻ്റെ 50 പൈസയുടെ ക്വാളിറ്റി പോലും ഇതിൻ്റെ അകത്ത് ഒരു സീനിലും ഇല്ല. പ്രേമമുണ്ടോ? ഇല്ല. അച്ഛൻ മോള് പാസമൊക്കെ വർക്കാവണമായിരുന്നു. കാശിനില്ല. എടുത്തു പറയാൻ പാട്ടുകളോ ഫൈറ്റ് സീക്വൻസുകളോ മറ്റ് വിഷ്വൽ ഇമ്പാക്റ്റോ ഒന്നും തന്നെ ഇല്ല. എന്നെ സംബന്ധിച്ച് ഇമ്രാൻ ഹാഷ്മിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടോ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ഈ പുനർജന്മം എടുത്ത് വന്ന പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ബോറടിക്കണമെന്നില്ല. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ചിലപ്പോൾ ഇതൊരു ഗംഭീര അനുഭവമായിരുന്നിരിക്കും, ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ മോശമായിരുന്നിരിക്കും. അതെന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് ഈ സിനിമയ്ക്ക് പോകണോ വേണ്ടി തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.